UK ഉള്ള ഒരാളാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. കോളേജ് അതല്ല യൂണിവേഴ്സിറ്റി, ഇപ്പൊ നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള കാറ്റഗറി ഒന്ന് മാറിയിട്ട് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണത്. കോളേജ് അതല്ല യൂണിവേഴ്സിറ്റി, അവിടെ നമ്മളൊരു ഗ്രാജുവേറ്റഡ് ആയതിനു ശേഷം നമ്മൾ ഇനി അടുത്തത് പോകുന്നുള്ളത് ശരിക്കും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു മറ്റൊരു ഫേസിലോട്ടാണ് നമ്മൾ ചേഞ്ച് ആവുന്നുള്ളത്. എംപ്ലോയി അതല്ല എങ്കിൽ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളൊരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു അടുത്തൊരു ഫേസിലോട്ട് നമ്മൾ പോകുന്നുണ്ടെന്നുള്ളത്. അത്രയും കാലം നമുക്ക് വീട്ടിൽ നിന്ന് പൈസ ചോദിച്ചാൽ പൈസ കിട്ടുന്നത്, ഇപ്പൊ നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള കാറ്റഗറി ഒന്ന് മാറിയിട്ട് പെട്ടെന്ന് നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്ന സമയത്ത് നമുക്കുള്ള കുറെ ചേഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മളൊരു കമ്പനിയിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതുവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന തരത്തിലാവാത്ത രീതിയിലൊരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അവിടത്തെ ശേഷം ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. എസ്പെഷ്യലി ഇപ്പൊ ഞാൻ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിന്റെ രീതിയിൽ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു ഇന്ത്യയിലെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഡിഫറെന്റ് സ്റ്റേറ്റ്സിലുള്ള ആളുകളാണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ UK ഉള്ള ഒരാളാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഡിഫറെന്റ് കൺട്രിയിൽ വരുന്ന ആളുകളുടെ ആ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ അവർ നമ്മൾ തരുന്ന പണികൾ, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന റേസിസ് ആയിക്കോട്ടെ, പല രീതിയിൽ നമുക്കത് ഇമ്പാക്റ്റഡ് ആയിരിക്കും. നമ്മളെ പെർഫോമൻസ് ആയിക്കോട്ടെ, പല കാര്യങ്ങൾക്കായിക്കോട്ടെ, അതൊക്കെ നമ്മളെ ശരിക്കും ഗ്രോത്തിനും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഒരു കോളേജിൽ നിന്ന് മാറിയിട്ട് ഒരു കോർപ്പറേറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ പല തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടായിരിക്കും നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നല്ലൊരു റോളിലോട്ട് എത്തുന്നുള്ളത്. അപ്പൊ അങ്ങനെ എത്തണമെന്നുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അതിലോട്ട് നമ്മൾ എങ്ങനെ ആ ഒരു പ്രോസസ് എത്രത്തോളം ബെറ്റർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ക്യൂബേ കരിയർ ഒരു കോർപ്പറേറ്റ് ടു അല്ലെങ്കിൽ കോളേജ് ടു കോർപ്പറേറ്റ് എന്ന ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ പ്രാക്ടിക്കലി അതിലോട്ട് വേണ്ടി ഫിറ്റ് ആക്കി മാറ്റുന്നുള്ളത്.